കൊല്ലം കമ്മീഷണർ ഓഫീസിന് സമീപം വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതി സ്ഥിരം കുറ്റവാളി. പ്രതി വിജു തമിഴ്നാട്ടിലെ കൊലപാതക കേസിലും പ്രതിയാണ്. പ്രതിയെ കൊല്ലത്തെത്തിച്ചു. കണ്ണനായർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കണ്ണനായർ, ഈ പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 22 വയസ്സ് മാത്രമാണ് പ്രായം. അതിനിടെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട്. കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്. പരോളിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ഈ കേരളത്തിലേക്ക് കടക്കുകയും അതിനുശേഷം ഈ കൊലപാതകം ചെയ്യുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയെ 4:30 കൊല്ലത്ത് എത്തിച്ചത്. ഇന്ന് 11 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയെ പ്രദർശിപ്പിക്കുക. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ പോലീസിന് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി തമിഴ് കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരെ കൂടി എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പ്രതി നടത്തിയത്. 25-ാം തീയതി റോഡരികിൽ കടത്തിനേൽ കിടന്നുറങ്ങുകയായിരുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന 70-കാരനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ സാധാരണ പണം ആവശ്യപ്പെടും. പണം ആവശ്യപ്പെട്ടില്ലെങ്കിൽ ക്രൂരമായി ആക്രമിക്കുന്നതാണ് പ്രതിയുടെ രീതി എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി സ്വദേശിയായിട്ടുള്ള രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതും സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജു തന്നെയാണോ രവീന്ദ്രനെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അത് വിശദമായി ചോദ്യം ചെയ്തതിൽ മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്.